ഹായ് ഗായ്സ്, ഇന്ന് ഭൂമിയും ഞാനും കൂടി ഒരു കല്യാണത്തിന് പോയ കഥ പറയട്ടെ. കല്യാണം ചെറുതുരുത്തിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. നടി ദേവികയുടെ ആയിരുന്നു കല്യാണം. ഭൂമിക്ക് കുറച്ച് ദിവസമായി ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട്. പിന്നെന്താ, ഒരു കല്യാണവും വന്നു. എന്നാൽ പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സിനിമയിലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ജസിത്ത ചേച്ചിയും ഫാമിലിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ട്രെയിനിലൊക്കെ കയറി യാത്ര ആരംഭിച്ചു. കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ ആയതുകൊണ്ട് വേറെ ആരും തന്നെ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് എഴുതി കിട്ടിയതുപോലായിരുന്നു നമ്മുടെ ട്രെയിൻ. രാവിലെ 4:30 എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഭൂമിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ണില് ഈർക്കിലി വെച്ചിരിക്കുകയായിരുന്നു അവള് എന്ന് വേണം ചുരുക്കത്തിൽ പറയാൻ. ആ ക്ഷീണം ദേഷ്യമായിട്ടും കരച്ചിലായിട്ടും ഒക്കെ അവള് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 ചേച്ചിമാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഒരു കൊച്ചും ഫാമിലിയും ഒക്കെ അങ്ങ് കയറി. ആ കൊച്ചുമായിട്ട് ഇവള് നല്ല കമ്പനിയായി. ബേബി ബേബി എന്നൊക്കെ വിളിച്ച് പുറകെ. ഇനി ഭൂമി സ്വന്തമായി മെനഞ്ഞെടുത്ത ഒരു പാട്ട് കേൾക്കാം. സിനിമയിലെ കോസ്റ്റ്യൂമർ ആരീച്ചയാണ് വരുന്നത്. കൈയൊക്കെ തലയിൽ വെച്ചിട്ട് ദാണ്ട നടന്നു വരുന്നത്. എന്തായാലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഭൂമി ഭയങ്കര ഹാപ്പിയായി. കയറി ചെന്നപാടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം കല്യാണത്തിൻ്റെ ആരവങ്ങളൊക്കെ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടി. ശേഷം നേരെ നമ്മുടെ അങ്കത്തട്ടിലേക്ക്. ഭൂമിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവളൊരു സദ്യ ഫാൻ കൂടി ആയതുകൊണ്ട് അവൾക്ക് ഈ ഒരു സംഭവം വളരെ ഇഷ്ടപ്പെട്ടു. അവളുടെ ഇലയിൽ ഒരു മുളകിരുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ക്ഷമിച്ചു. പച്ചടിയും കിച്ചടിയും കാളനും ഓലനും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് അവസാനം നല്ലൊരു പായസവും കൂടെ കുടിച്ച് അവൾ ഫിനിഷ് ചെയ്തു. പായസം എങ്ങനെയുണ്ട്? സൂപ്പറാ. ദൂരെ ഒരു ഊഞ്ഞാല് കണ്ടു. ആ ഊഞ്ഞാലിൽ ആടണമെന്നായി അവക്ക്. അത് പിന്നെ നമ്മുടെ ഡയറക്ടർമാരിലെ ഒരു ഡയറക്ടറായ വിജേഷ് ചെമ്പിലോടിനോട് തന്നെ അവൾ ആ കാര്യം അവതരിപ്പിച്ചു. അത് ഇപ്പം തന്നെ വേണോ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ, നമുക്കിപ്പോൾ കണ്ണൂർക്ക് പോവണ്ടേ എന്നൊക്കെ ചോദിച്ചു. പറ്റില്ല, ഇപ്പം തന്നെ ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞു. പിന്നെ വിജയശേട്ടൻ അവളെ എടുത്തുകൊണ്ട് ആ ഊഞ്ഞാലിലേക്ക് നടന്നു.